ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമ ചോദിക്കുകയാണ് ഏത് ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്യാൻ പോണേന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വപ്നവല്ലിയും രാമനും കൂടി മഞ്ജിമയെ ഒരുപാട് ചീത്ത പറയുകയാണ്. പക്ഷെ അതിനിടയിൽ താൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലാണെന്ന് നമ്മുടെ ഇഷിത പറയുകയും ചെയ്തു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഞ്ജിമയ്ക്ക് കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയല്ലോ. അതിനുശേഷം ഞാനിത് ഏത് ഹോസ്പിറ്റലിൽ നിന്ന് ചോദിച്ചതിനാണോ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഇനിയിപ്പോൾ ഇഷിത സ്വസ്ഥമായിട്ടിരുന്നോട്ടെ, ഞാൻ ഏതായാലും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരുന്നില്ല, ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാൻ വരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ മഞ്ജിമ അവിടെ നിന്ന് പോവാണ്. അപ്പം മഞ്ജിമ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കൊക്കെ വേറൊരു പണിയില്ല, മോളെ നീ ടെൻഷൻ അടിക്കുക, നീ ജ്യൂസ് കുടിക്കുന്നു പറഞ്ഞുകൊണ്ട് രാമനും സ്വപ്നവല്ലിയും പോവാം. പക്ഷേ ഇഷിതയ്ക്ക് അവിടെ വലിയൊരു ഡൗട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു? ഇഷിതയ്ക്ക് ഡൗട്ട് തോന്നി. ഇഷിത നേരെ മഞ്ജിമയുടെ പിന്നാലെ ചെല്ലുകയാണ്. പക്ഷെ മഞ്ജിമ റൂമിൽ ചെന്ന ഉടനെ തന്നെ ആരെയോ ഫോൺ വിളിക്കാനുള്ള ഒരുക്കത്തിൽ മഞ്ജിമ തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്ന ഇഷിത കണ്ണ് മിടിപ്പിച്ച് നേരെ നമ്മുടെ മഞ്ജിമയെ നോക്കണം. മഞ്ജിമ ആകെ വല്ലാതെ വിളറിയൊരവസ്ഥ. അപ്പോൾ മഞ്ജിമ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നീ എന്തിനു വേണ്ടിയാണ്? നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ പറയാം, എനിക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം, ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ആരെയോ ഫോൺ ചെയ്യാനായിട്ട് ഒരുങ്ങിയതല്ലേ? ഇതേ റിങ് ചെയ്യുന്നു, ആ ഫോൺ എടുത്ത് സംസാരിക്ക്. ഞാനെന്താ രചനയെ വിളിക്കുന്നതാണോ നീ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ മഞ്ജിമേച്ചി, പിന്നെന്തിനാ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നത്? മഞ്ജിമേച്ചി ഏതായാലും ഫോൺ എടുക്കുക. പക്ഷേ മഞ്ജിമയാണെങ്കിൽ അവിടെ നിന്ന് ഫോൺ കട്ടാക്കുകയാണ്. ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മഞ്ജിമേച്ചി ഫോൺ കട്ടാക്കിയോ? എങ്കിൽ പിന്നെ അധികം താമസിയാതെ ഇപ്പം വിളിച്ചവരെ തിരിച്ച് വിളിക്കും, അവർ തന്നെ തിരിച്ച് വിളിച്ചോളും. അപ്പോൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. എൻ്റെ കാര്യത്തിൽ നീ ഇടപെടാൻ നിൽക്കണ്ട, എന്ത് വേണം ഏത് വേണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, നീ മാറി നിൽക്കടി എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജിമ അപ്പം തന്നെ അവിടെ നിന്ന് പോവാണ്. കാരണം ഈ രചനയുടെ കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമല്ലോ എന്ന് മഞ്ജിമയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. മഞ്ജിമ അതുകൊണ്ട് പോവാ. അപ്പോൾ ഇഷിതയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരികയാണ്. എൻ്റെ ദൈവമേ, എല്ലാവരും എൻ്റെ കുഞ്ഞിനെ ലക്ഷ്യമാക്കി തന്നെയാണല്ലോ വരുന്നത്, അവർ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമോ? ആ ഒരു പേടി എനിക്കുണ്ടല്ലോ. എനിക്കിതിപ്പോൾ ആരോട് ഞാൻ തുറന്നു പറയും? ആരോട് തുറന്നു പറയാനും പറ്റാത്തൊരവസ്ഥയാണല്ലോ ദൈവമേ. എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ കിടന്ന് കരയാണ്. അങ്ങനെ ഇഷിത നേരെ ഇഷിതയുടെ അച്ഛനെ വിളിക്കുകയാണ്. അപ്പോൾ അച്ഛനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇഷിത എന്താ മോളെ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛാ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്, അച്ഛന് ഇവിടം വരെ ഒന്ന് വരാവോ? അമ്മയെ കൂട്ടണ്ട കേട്ടോ, അച്ഛൻ ഒറ്റയ്ക്ക് വന്നാൽ മതി, എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് പറയാനുള്ളതാണെന്ന് പറയാം. ശരി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം അച്ഛാ. അച്ഛൻ പെട്ടെന്ന് വാ എന്ന് പറയുമ്പോൾ ശരി മോളെ ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. ഇഷിതയാണെങ്കിൽ ഭയങ്കര കരച്ചിൽ. അങ്ങനെ മാഷ് വന്നിരിക്കുക. അപ്പം മാഷ് വന്നിട്ട് മാഷിനെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ കയറി വാച്ചാന്ന് പറഞ്ഞുകൊണ്ട് വാതിലെടുക്കുകയാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? നീ ഭയങ്കര ടെൻഷനിലാണല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അച്ഛാ എനിക്ക് പേടിയാണ് അച്ഛാ, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പേടിയാണ്. ആഹാ, അത് കൊള്ളാം, പ്രസവകാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ നിനക്ക് പേടി? അയ്യേ നാണക്കേടാണ്ട് ഇഷിത. വേറെ ഏതെങ്കിലും സാധാ പെണ്ണുങ്ങളായി ഇത് പറയുന്നതെങ്കിൽ അതിലൊരു കാര്യമുണ്ടെന്ന് വിചാരിക്കാം. ഡോക്ടർ ഇഷിത തന്നെ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് ശരിയാവുന്നത്? ആരെങ്കിലും കേട്ടാലേ ഭയങ്കര നാണക്കേടാ. ഇഷിതയ്ക്ക് പ്രസവകാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് പേടിയാണ് പോലും. അതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതല്ല അച്ഛാ കാര്യം, ഞാൻ ഈ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാകുമെന്നാണ് എനിക്ക് പേടി. മോളെ എന്തൊക്കെയാ മോളെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ അച്ഛാ, എനിക്ക് പേടിയാണ്. അച്ഛൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ ഗർഭിണിയായപ്പോൾ എല്ലാവരും ഇവിടെ സന്തോഷിക്കുകയാണെന്നോ? അല്ല അച്ഛാ, ഇവിടെ സന്തോഷിക്കാത്തതും ചിലവരുണ്ട് അച്ഛാ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ചിലവരുണ്ട് അച്ഛാ എന്ന് പറയുമ്പോൾ മോൾ ആരെയാ ഉദ്ദേശിച്ചത്? മഞ്ജിമയാണോ എന്ന് പറയാണ്. അതെ അച്ഛാ, ഞാൻ മഞ്ജിമ ചേച്ചിയെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അവരെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കും അച്ഛാ. അവരും ആ രചനയൊക്കെ ചേർന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്ന് എനിക്ക് പേടിയാ. ഇന്ന് മഞ്ജിമ വന്നിട്ട് എന്നോട് ചോദിച്ചു ഏത് ഡോക്ടറെയാണ് കൺസൾട്ട് ചെയ്യണേന്ന്. ഞാൻ അറിയാതെ പറഞ്ഞു പോയച്ചാ, ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് എൻ്റെ ഡെലിവറി നടത്താനായിട്ട് പോകുന്നതെന്ന്. ഇത് കേട്ടതും അവരവിടെ നിന്ന് പോയി നേരെ റൂമിൽ ആരോ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതും ഞാൻ കണ്ടച്ചാ, അത് വേറെ ആരെയല്ല രചനയെ തന്നെയാണെന്ന് എൻ്റെ സംശയം ഉണ്ടച്ചാ എന്നിങ്ങനെ പറയാണ്. മോളെ നീ വെറുതെ എഴുതാപ്രദങ്ങൾ വായിക്കണ്ട. നീ മഹേഷിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞോ? അച്ഛൻ എനിക്ക് മഹേഷിനോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അവിടെ വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകും, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അതുകൊണ്ടാ അച്ഛനോട് ഈ കാര്യങ്ങൾ വന്ന് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അമ്മയോട് എനിക്കിത് പറയാനായിട്ട് പറ്റുവച്ചാ? പറ്റില്ല, അമ്മയും ഒരുപാട് പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ. പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം അച്ഛാ എന്നൊക്കെ ഇങ്ങനെ പറയാം. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ.
ആ അവൾക്ക് അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ആര് പറഞ്ഞു? അച്ഛാ, ദേ അവൾ ഡോക്ടറുടെ പേരെന്തിനാ ചോദിച്ചത്? അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് ഗൂഢാലോചന ചെയ്യാനല്ലേ? ഏതെങ്കിലും ഡോക്ടർക്ക് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് കഴിയോ മോളെ? കഴിയോ അച്ഛാ? മാധവുമായിട്ടുള്ള എൻ്റെ കല്യാണം മുടങ്ങാനുള്ള കാരണം എന്താ? ഈ ഒരു കാരണമല്ലേ അച്ഛാ? ദേ ഞാൻ ഗർഭിണിയാവില്ല എന്ന് ഒരു ഡോക്ടർ തന്നെ പറഞ്ഞില്ലേ അച്ഛാ? ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്തതിനേക്കാളും വലിയ പാപമല്ലേ അച്ഛാ ആ ചെയ്തു കൂട്ടിയത്? ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞില്ലാതാവും, അത്രേ മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു സ്ത്രീക്ക് ഒരിക്കലും അമ്മയാകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ദ്രോഹമല്ലേ? അവളുടെ ജീവിതം മുഴുവൻ പോവല്ലേ? അവളുടെ ജീവൻ പോവല്ലേ അച്ഛാ? അങ്ങനെ എല്ലാവരും മുന്നിൽ നാണം കിട്ട ഒരു അവസ്ഥയായിരുന്നില്ലേ? ജീവിതകാലം മുഴുവനും അവൾക്ക് ആ വേദന താങ്ങിക്കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല അച്ഛാ. എന്നൊക്കെ ഇങ്ങനെ ഇഷിത ചോദിക്കുകയാണ്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഇഷു, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേ? അച്ഛാ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. എനിക്ക് അച്ഛനോടല്ലാതെ ഇത് ആരോടും തുറന്നു പറയാൻ പറ്റില്ല. മോള് പറഞ്ഞൊരു കണക്കിന് ശരിയാണ് രചന. അവൾക്ക് ഇതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അവളും ഈ മഞ്ജിമയും കൂടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ മഞ്ജിമയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അടിച്ചു പുറത്താക്കണ്ടേ? അങ്ങനൊരു ദ്രോഹം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ആ വീട്ടിൽ വെച്ച് പൊറപ്പിക്കും മോളെ? അച്ഛാ എനിക്കൊന്നും അറിയില്ല അച്ഛാ. പക്ഷേ എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാനായിട്ട് പാടില്ല. എനിക്കിപ്പോൾ മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വളരെയേറെ സങ്കടം തോന്നുകയാണ് അച്ഛന്. അപ്പം അച്ഛനോട് അവസാനമായിട്ട് നമ്മുടെ ഇഷിത പറയുകയാണ്, അച്ഛാ ഒന്ന് ഉറങ്ങട്ടെ അച്ഛാ, അച്ഛൻ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത ഉടനെ കട്ടിലേക്ക് കയറി കരഞ്ഞുകൊണ്ട് കിടക്കുക. അച്ഛനതൊന്നും കണ്ടിട്ട് സഹിക്കാനായിട്ട് പറ്റിയില്ല. അച്ഛനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. ഏതായാലും മഹേഷിനോട് ഈ കാര്യം പറഞ്ഞില്ല ശരിയാവില്ല. എൻ്റെ മോളുടെ സങ്കടങ്ങളെല്ലാം ഇല്ലാതെയാകും. അതുകൊണ്ട് എനിക്ക് മഹേഷിനോട് തുറന്ന് പറഞ്ഞേ മതിയാവുള്ളൂ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. അങ്ങനെ രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വരിക. മഹേഷിനെ കണ്ടപ്പോൾ മഹേഷ് ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയതും നമ്മുടെ മാഷ് അങ്ങോട്ട് ചെല്ലുകയാണ്. മാഷ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ എന്ന് പറയാണ്. അത് പിന്നെ ഞാൻ മഹേഷിനോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് നിന്നത്. എന്ത് കാര്യം അച്ഛാ? അത് ഇഷിതയുടെ കാര്യം തന്നെയാണ്. ഇഷിതയുടെ കാര്യമോ? എന്താ അച്ഛാ? ഇഷിതയുടെ കാര്യം നീ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല മഹേഷേ. പക്ഷേ ചിലയിടങ്ങളിലൊക്കെ ഇഷിതയുടെ മേലിൽ നിനക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ലല്ലോ. പിന്നെ ചില കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. എന്താ അച്ഛാ? അച്ഛൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ. ഇന്ന് ഇഷിത എന്നെ വിളിച്ചായിരുന്നു. അവൾക്ക് ഭയങ്കര പേടിയെന്നാ എന്നോട് പറഞ്ഞത് മഹേഷേ. പേടിയോ? എന്തിന്? അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടമാകുമെന്നുള്ളൊരു പേടി. ആ നഷ്ടമാകുമെങ്കിൽ അതിനുള്ള കാരണക്കാരി മഞ്ജിമയാണെന്നുള്ളൊരു പേടി. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ ഇഷിത അങ്ങനെ പറഞ്ഞോ? അതെ മഹേഷേ, ഇഷിത എന്നോട് പറഞ്ഞു. അവൾ ഭയങ്കര സങ്കടത്തിലാ. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി അവളുടെ ചുറ്റിനും ആൾക്കാർ നടക്കുന്നുണ്ടെന്ന്. രചനയും ഇതിനെ കൂട്ടുകയാണെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. പിന്നെ രചനയെ കൂട്ടുണ്ടെന്ന് ഉള്ളത് എനിക്ക് ശരിയായ കാര്യം തന്നെയാണ്. കാരണം അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. കാരണം അവളെ രണ്ട് മക്കളും അനുഭവിക്കേണ്ട സ്വത്തുക്കൾ ഇനി ഇഷിതയുടെ കുഞ്ഞിനാകോ എന്നുള്ളൊരു പേടി രചനയ്ക്കുണ്ട്. അതുകൊണ്ട് രചന ഈ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ മഞ്ജിമയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ. ഇപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കും ഇല്ലച്ചാ, ഈ മഞ്ജിമ എന്ന് പറയുന്നത് എൻ്റെ കൂടപ്പിറപ്പല്ലേ അച്ഛാ. ആ കൂടപ്പിറപ്പ് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കോ? അതാണ് ഇവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് ഇഷിത മഹേഷിനോട് ഒരു കാര്യവും പറയാത്തത്. കാരണം ഇങ്ങനെ ഒരു പെങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് എന്ത് വിചാരിക്കും? ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ലേ? കുടുംബം കലങ്ങുന്ന ഒരു രീതിയായി പോവില്ലേ? അതുകൊണ്ടാ ഇഷിത മഹേഷിനോട് ഇതെല്ലാം പറയാൻ മടിച്ചത്. എന്നോട് മഹേഷിനോടൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിത് നിന്റെ മുന്നിൽ പറയാതിരിക്കാൻ കഴിയില്ല മോനെ. കാരണം എൻ്റെ മോളുടെ ജീവനാണ്. അവളിപ്പോൾ ജീവനായി കരുതുന്ന ആ ഒരു കുഞ്ഞും കൂടെയുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവുന്നത് ഓർക്കുമ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞത്. മഹേഷേ, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ വീട്ടിൽ ദുരന്തം ഉണ്ടാക്കുന്ന ഒരാളെ എന്തിനാണ് വീട്ടിൽ വെച്ച് പൊറപ്പിക്കുന്നത്? അത് നിങ്ങൾക്ക് തന്നെ ദോഷമല്ലേ? സ്വന്തം കുടുംബത്തെ തകർക്കാൻ വേണ്ടി മറ്റൊരാളുടെ കൂട്ടു നിൽക്കുന്നു. ഈ രചന എന്ന് പറഞ്ഞ ആള് അവളെ സുഖവും സന്തോഷം തേടിപ്പോയതല്ലേ ഭർത്താവിനെ ഉപേക്ഷിച്ച്. അവളെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ ഇനി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരിയാച്ചാ,
അവളെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ അച്ഛൻ സങ്കടപ്പെടാതിരിക്കെ. ഈഷിതയുടെ മേളിൽ എനിക്കൊരു കണ്ണുണ്ടാകും. ഈഷിതയ്ക്ക് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. എപ്പോഴും ഞാൻ കൂട്ടുണ്ടാവും. ഇത് അച്ഛന് ഞാൻ തരുന്ന വാക്കാണ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും മാത്രം മതി മഹേഷേ. മഹേഷ് ഒരു വാക്ക് തന്നാൽ മതി. എൻ്റെ മോൾക്കൊരാപത്തും പറ്റില്ല എന്നുള്ളൊരു വാക്ക്. ശരി അച്ഛാ, അച്ഛൻ പേടിക്കാതിരിക്കുക, അച്ഛൻ പോയി സമാധാനത്തോട്ട് പോയി കിടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് നേരെ ഈഷിതയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. ആ, മഹേഷ് എത്തിയല്ലോ. എന്താ മഹേഷേ, ഒരു മൂഡ് ഓഫ് ഒക്കെ ആണല്ലോ, എന്താ പറ്റിയെന്ന് പറഞ്ഞ് ഈഷിത സന്തോഷത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ മഹേഷ് ഡോറടക്കാം. തനിക്കെന്താ പറ്റിയത്? തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എനിക്കെന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല മഹേഷേ. ഏയ്, തനിക്കെന്തോ പ്രശ്നമുണ്ട്. താൻ എന്നോട് കള്ളം പറയാനും തുടങ്ങി അല്ലേ? തൻ്റെ അച്ഛനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. തൻ്റെ അച്ഛൻ ചില കാര്യങ്ങളെല്ലാം എന്നോട് അവതരിപ്പിച്ചു. ഇത് കേട്ട് നമ്മുടെ ഈഷിത ആകെ ഒന്ന് ഞെട്ടുക. എടോ, എന്ത് കാര്യം ഉണ്ടെങ്കിലും തനിക്ക് എന്നോട് പറയാൻ പാടില്ലേ? തൻ്റെ അച്ഛൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാനല്ലേ ഈ കാര്യങ്ങളെല്ലാം അറിയേണ്ടത്? തനിക്കെന്താ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിത ആകെ കരഞ്ഞു പോവാണ്. മഹേഷേ, സത്യമായിട്ടും എനിക്ക് പേടിയാണ്. എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. മഞ്ജിമ ചേച്ചി തന്നെയാണ് പേടി. മഞ്ജിമ ചേച്ചിയും രചനയും ഒന്നിച്ച് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. അവർ ഡോക്ടറിൻ്റെ പേര് വരാൻ ചോദിച്ചു. എന്തിന്? അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? ഇനിയും എൻ്റെ ജീവിതം താറുമാറാക്കാനാണ് അവർ നോക്കുന്നത്. മഹേഷേ, എനിക്ക് എൻ്റെ മുന്നിലേക്ക് ഈ ചിപ്പിയും അതേപോലെ തന്നെ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാനൊരു അമ്മയായി, ഒരു നല്ലൊരു അമ്മയായി എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. പിന്നെ എനിക്ക് ഗർഭിണിയാകാൻ പറ്റില്ലെന്നോ ഞാൻ പ്രസവിക്കാൻ പറ്റില്ലെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. ആ കാര്യങ്ങളെല്ലാം ഞാൻ മറന്നുപോയി. എൻ്റെ ചിപ്പിയെയും എൻ്റെ ആദ്യയെയും എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് അത്രമാത്രം സന്തോഷമായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാത്തൊരിതിലാണ് എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന കാര്യം നമ്മളെല്ലാവരും അറിയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ആ ഒരു സ്വപ്നം മുളപൊട്ടി ഒഴുകുകയാണ് മഹേഷേ. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാവരും എൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുകയാണ്. ഇതൊക്കെ എനിക്ക് എങ്ങനെ സഹിക്കാനായിട്ട് പറ്റും മഹേഷേ? എടോ, അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? താനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? ഇല്ല മഹേഷേ, അവരത് ചെയ്യും. ഡോക്ടറെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും. പക്ഷേ മഹേഷിനോട് ഞാനൊരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം. എൻ്റെ കുഞ്ഞിനെ അവരെന്തെങ്കിലും ചെയ്താൽ എൻ്റെ കുഞ്ഞിൻ്റെ ചോര കാണാനാണ് അവർക്കിഷ്ടം. പക്ഷെ എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇഷിതയും ഉണ്ടാവില്ല. ഇഷിതയും ജീവൻ ഒടുക്കുക തന്നെ ചെയ്യുമെന്നും നമ്മുടെ ഇഷിത പറഞ്ഞപ്പോൾ മഹേഷ് ആകെ ഞെട്ടിപ്പോവുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.